ഹലോ, വെൽക്കം ബാക്ക്. ഓണമൊക്കെ ആയില്ലേ? ഓണത്തിനൊരു സ്പെഷ്യൽ റെസിപ്പി വേണ്ടേ? ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഏത്തയ്ക്ക പ്രഥമനാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു 5-6 പഴം എടുക്കുന്നുണ്ട് കേട്ടോ. പഴമൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പഴം വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം തിളച്ചൊന്ന് വറ്റി വരണം. അപ്പം പഴം നന്നായിട്ട് വേഗം വേണം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം. ഒരു 6 അച്ച് ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. പഴം വെന്ത് വരുന്നുണ്ട്. പഴം ഉടഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഇളക്കി കൊടുക്കുക. ഇനി ആ ശർക്കരപ്പാനി ഒന്ന് ചേർത്ത് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കുക കേട്ടോ. വേറെ മധുരമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വറ്റി കുറുകി വിരലെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇളക്കി കൊടുക്കുക. പഴം വല്ലാതെ ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇതൊരു തേങ്ങേൻ്റെ പാലാണ്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും, ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ഏലക്കായും കൂടി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ പ്രഥമനൊക്കെ ഇവിടെ കുറുകി സെറ്റായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നെയ്യ് ചൂടാക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് അതൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നെയ്യിൽ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി പ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള പ്രഥമൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഓണത്തിന് വേറെ ഒരു പ്രഥമൻ്റെ ആവശ്യമില്ല. ഈ ഒരു പ്രഥമൻ മതി. ഓണസദ്യ കഴിഞ്ഞ് ആ ഇലയിലേക്ക് കുറച്ച് പ്രഥമനിട്ട് ഒരു പപ്പടം കൂടി കൂട്ടി കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട, അത് മതി. അപ്പോൾ ഈ ഓണത്തിന് സദ്യക്കൊപ്പം ഏത്തക്ക പ്രഥമൻ